പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ലോൺ മീഡിയ എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ തിരുവചനമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയനായ ദൈവമടിയനെ സഹായിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായിരിക്കുന്ന ശ്രേഷ്ഠദാസൻ പാസ്റ്റർ റജി സ്റ്റീഫൻ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയരെ, ഈ ഗ്രൂപ്പിൻ്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള കർത്താവിൽ ബഹുമാന്യരായ ശ്രേഷ്ഠദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. അതോടൊപ്പം എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പമായിരിക്കുന്ന മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തെ കർത്താവ് അനുഗ്രഹിച്ച് വാഴ്ത്തി നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, അല്പനിമിഷം ഞാൻ നിങ്ങളോടൊപ്പം തിരുവചനത്തിൽ സംസാരിക്കുന്നതിന് മുമ്പായി തന്നെ പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഇല്ലാതെ നമുക്ക് ദൈവമായിട്ട് അതായത് യാതൊരു ബന്ധവും ഇല്ലല്ലോ. ആകയാൽ പ്രാർത്ഥനയിലൂടെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം. ഇന്ന് പ്രഭാതം വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഇന്നത്തെ പ്രഭാതവേളയിൽ കർത്താവ് തിരുവചനവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് ആയിരിക്കുവാൻ കർത്താവ് സഹായിച്ച ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവെ, കേൾവിക്കാരെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവമേ, വചനത്തെ വാഴ്ത്തി വിളമ്പിത്തെരുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഹൃദയങ്ങൾക്കത് പ്രയോജനമായി തീരട്ടെ. അങ്ങേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള ഒരു നല്ല സന്ദർഭമാണ്. പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനം അങ്ങയുടേത്. വചനത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങുമ്പോൾ സ്വർഗത്തിലെ ഹല്ലേലൂയ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹിച്ചാട്ടെ. അടിയന് പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ് അരുമ രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அனைவரையும் அன்புடன் வாழ்த்துகிறேன், வரவேற்கிறேன். கர்த்தருடைய பிள்ளைங்களே, இன்றைக்கு அதிகால வேளையில் மும்பை தேவனோட ராஜ்யத்தையும் நீதியும் தேடுங்கள், அதோடு உங்களுக்கு எல்லாவற்றையும் கூடவே கொடுக்கப்படும் சொன்ன தேவன். ஹல்லேலூயா. அவர் நம்மோடு கூட இருக்கிறார். அவர் நம்ம மத்திய வாசம் பண்ணுகிற தேவனாக இருக்கிறார். பிரைஸ் லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, ஹல்லேலூயா. அவருடைய வருகை சிறிது நேரம் தாமதமாகி விட்டதினால இப்படிப்பட்ட ஒரு ஆசீர்வதிக்கப்பட்ட ஒரு நல்ல சந்தர்ப்பத்தை தேவன் நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? பிரைஸ் லார்ட். ஹல்லேலூயா. கர்த்தருடைய பிள்ளைங்களே, அவருடைய சமூகத்தில் நாம் ஒன்றும் இல்லை. பிரைஸ் லார்ட். ஹல்லேலூயா. அவர் ஹல்லேலூயா நம்மை ஆசீர்வதித்தால் மட்டும்தான் உண்டு. ஹல்லேலூயா. தேவனுடைய வார்த்தைகளுக்கு நேராக கடந்து செல்லும்படியாக கர்த்தர் நமக்கு கொடுத்திருக்கிற இந்த நல்ல பாக்கியத்திற்காக நன்றி செலுத்துகிறேன். பிரைஸ் லார்ட். 2 பேர் 3 பேர் எங்கள் மத்திய எங்கே இருந்தாலும் அவர் மத்திய வாசம் பண்ணுகிற தேவனாக இருக்கிறார் நம் ஆண்டவர். பிரைஸ் லார்ட். ஹல்லேலூயா. ஆனபடினாலும் வாருங்கள், நாம் ஒன்று சேர்ந்த தேவனை ஆராதிப்போம், துதிப்போம். அவருடைய சமூகத்தில் நம்ம ஹல்லேலூயா நம்மையே தாழ்த்தி அர்ப்பணிப்போம். கர்த்தர் நல்லவர். பிரைஸ் லார்ட். ஹல்லேலூயா. கர்த்தாவில் പ്രിയരെ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അല്പനിമിഷം ഞാൻ തിരുവചനം സംസാരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന എന്ന വിഷയത്തിലൂടെ മാത്രമാണ് ഞാൻ ചില കാര്യങ്ങളെ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന വിജയത്തിൻ്റെ രഹസ്യമാണ്. പ്രൈസ് ലോർഡ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. ഒരു വ്യക്തി പ്രാർത്ഥിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ മരിച്ചതിന് തുല്യമാണ്. പ്രൈസ് ലോർഡ്. അവൻ ചത്തതിന് തുല്യമാണ്. നമ്മുടെ ഭാഷയിൽ അങ്ങനെയാണ്. ചത്ത് പോണവന് തുല്യമാണ് പ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവചനത്തിലൂടെ അതേ അനേക ഭക്തന്മാരെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അല്ലെങ്കിൽ അതായത് കഷ്ടങ്ങളുടെ നടുവിലൂടെ, പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ പലരെയും നമുക്ക് അറിയുവാൻ കഴിയുന്നു. എന്നാൽ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയമായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ മാത്രമാണ് അവർ മുന്നേറിയിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടതിൽ ജാഗരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടതിൽ ജാഗരിപ്പീൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നാം ചിന്തിക്കുമ്പോൾ നമുക്ക് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. യാക്കോബ്
ഹല്ലേലൂയ തൻ്റെ സഹോദരനായിരിക്കുന്ന യേശാവിനെ ഭയന്ന് യാബോക്ക് കടൽ തീരത്ത് വെച്ച് ഹല്ലേലൂയ താൻ വളരെയേറെ വിഷമിക്കുക. താൻ ദൈവത്തോടൊരു തീരുമാനം അല്ലെങ്കിൽ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ വെച്ച് താൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദൈവദൂതൻ ഇറങ്ങി വന്നത്. താൻ യാക്കോബിന് ദൈവത്തിനും അവിടെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഹന്നയുടെ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമായിരുന്നുവല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ. താൻ അനേക നിന്ദകളും അപമാനങ്ങളും തനിക്കിനി ഏൽക്കാൻ വയ്യ, അത്രമാത്രം അനേക കഷ്ടങ്ങളുടെ നടുവിലൂടായിരുന്നു താൻ കടന്നുപോയത്. എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാർത്ഥനാ ജീവിതം തനിക്കുണ്ടായിരുന്നു. ആകയാൽ പ്രാർത്ഥിച്ച് താൻ മുന്നേറി, അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചതുപോലെ വലിയൊരു അനുഗ്രഹം തന്നിൽ ഉണ്ടായിരുന്നു എന്നത് ഓർത്തു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേൽ ഒരു യെരൂശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കി ഒരു ദിവസം താൻ 3 നേരവും പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടപ്പോൾ പോലും ദാനിയേൽ അവിടെ വിജയം പ്രാപിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവമക്കളെ. അതുപോലെ തന്നെ ദാവീദിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കുമ്പോൾ അനേക കഷ്ടതയുടെ നടുവിലൂടെ താൻ കടന്നുപോയിട്ടുണ്ട്, വനാന്തരങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പോഴും താൻ പ്രാർത്ഥന എന്ന ഒരു കവചം തന്നിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രാർത്ഥനയിലൂടെ മാത്രമാണ് താൻ വിജയം കണ്ടെത്തിയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവജനമേ, പ്രാർത്ഥന എന്നത് ദൈവമക്കൾക്ക് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അനേകർ ഇന്നേക്ക് പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കുക, അവർ പറയും എൻ്റെ സിസ്റ്റർ ഈ ആഴ്ച അങ്ങ് പോട്ടെ, അടുത്ത ആഴ്ച ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. ചിലരോട് പറയുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇന്നൊരു അല്പം തിരക്കുണ്ട് കേട്ടോ, എൻ്റെ സഹോദരി എനിക്ക് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമുള്ള ഒരാളാണ്, എങ്കിലും ഞാൻ അല്പം തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തതെന്ന് പറയുന്നത് കേൾക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം പ്രാർത്ഥനയുടെ ഒരു പുസ്തകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ഹല്ലേലൂയ. അനേക ഭക്തന്മാർ വിജയം കൊണ്ടാടിയതെല്ലാം, അല്ലെങ്കിൽ വിജയം പ്രാപിച്ചതെല്ലാം പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതെ ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയും? എങ്ങനെ അവർക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്ക് എവിടെ നോക്കിയാലും മരണഭയം, ആശങ്ക, ഹല്ലേലൂയ, പകർച്ചവ്യാധികൾ. ഇന്നേക്ക് മനുഷ്യനെ ഓരോ നിമിഷവും അല്പാൽപമായി മനുഷ്യൻ ചത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭയമാണ്, നടുക്കമാണ്. അവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെയെക്കുറിച്ചുള്ള ഭയം, ജീവിതത്തിൽ മുന്നേറുന്നതിനെ കുറിച്ചുള്ള ഭയം. ഹല്ലേലൂയ. അങ്ങനെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഭയം, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലുള്ള ഭയം. അങ്ങനെ ആകപ്പാടെ മനുഷ്യൻ ഇന്നേക്ക് ഭയത്തിലും നടുക്കത്തിലുമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. നീ പ്രാർത്ഥിക്കാതിരുന്നാൽ നിനക്ക് എങ്ങനെ വിജയം പ്രാപിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാർ അവർ ദൈവത്തിൽ ആശ്രയിച്ച് അവർ പ്രാർത്ഥനയിലും കണ്ണുനീരിലുമായിരുന്നു, ഉപവാസത്തോടെയായിരുന്നു, അവർ കരച്ചിലോടെയായിരുന്നു എന്നത് മറന്നു പോകരുതേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എസ്തറിന്റെ ജീവിതം നമുക്കറിയാം. എസ്തർ ഹല്ലേലൂയ യഹൂദ സ്ത്രീ ആയിരുന്നു. എന്നാൽ എസ്തർ എന്താണ് ചെയ്തത്? തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടി, യഹൂദന്മാരുടെ വിടുതലിന് വേണ്ടി എസ്തർ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നത് മനസ്സിലാക്കിക്കൊള്ളണമേ. ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ ജീവിക്കുന്നവർ, ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതം ഒരു പ്രാർത്ഥനാ ജീവിതമായിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവവും നിങ്ങൾക്കും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്ക് സഭകളിൽ നിങ്ങൾ നോക്കിക്കേ, സഭകളിൽ നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സഭകളിൽ മാത്രമല്ല, എവിടെ നോക്കിയാലും ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടും, സർവ്വ കാര്യങ്ങളും ചെയ്യും, എല്ലാ ഫംഗ്ഷനുകളും വളരെ ഭംഗിയായിട്ട് ചെയ്യും. അവസാനം പ്രാർത്ഥനയുടെ സംഗതി വരുമ്പോൾ, പ്രാർത്ഥനയുടെ ആ ഒരു നേരം വരുമ്പോൾ അവർ പറയും, ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന്, ചുരുക്കി പ്രാർത്ഥിക്കട്ടെ എന്ന്. ഇന്നേക്ക് എത്ര ദൈവദാസന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവദാസിയെ, നിന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരനെ, സഹോദരിയെ, നീ ചുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ചുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന നീ എത്രമാത്രം ചുരുക്കുന്നുവോ നിന്റെ ജീവിതവും ചുരുങ്ങിയ അവസ്ഥയിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നീ മുഖ്യത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രാർത്ഥനാ ജീവിതം നിനക്കില്ല എങ്കിൽ നിന്റെ ജീവിതം അധോഗതിയാണെന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, അല്പനിമിഷം തിരുവചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 41-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പ്രൈസ് ലോർഡ്. 26 36 വാക്യം. പ്രൈസ് ലോർഡ്. അനന്തരം യേശു അവരുമായി ഗെത്സമന തോട്ടത്തിൽ വന്നു. ശിഷ്യന്മാരോട് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിലായിട്ട് വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പ്രാർത്ഥനയിലൂടെ മാത്രം ചില വ്യക്തികൾ മുന്നേറി വന്നതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആകയാൽ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ചില 1-2 വ്യക്തികളെ കുറിച്ച് വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗത്തുനിന്ന് നിർത്തണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഗെത്സമന തോട്ടത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പായി തന്നെ തൻ്റെ ശിഷ്യന്മാരെ ഉണർത്തി അല്ലെങ്കിൽ അവരെ ആഹ്വാനം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ, ഞാൻ വരുവോളം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവരെ ആഹ്വാനം ചെയ്ത് കർത്താവ് കടന്നുപോയി. പ്രിയരെ, എന്താണ് സംഭവിച്ചത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ കടന്നുപോയി തിരിച്ചു വന്ന് കർത്താവ് തിരികെ വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഉറങ്ങുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ലോർഡ്. ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. രണ്ടാമത് കർത്താവ് അവരെ ഹല്ലേലൂയ അവരെ ഉണർത്തി. നിങ്ങൾ എന്താണ് ഉറങ്ങുന്നത്? ഉണർന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ലോർഡ്. എന്നാൽ കർത്താവ് പോയി തിരികെ വരുമ്പോൾ രണ്ടാമത് പ്രാവശ്യം അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണിന് ഭാരം കൂടി, ഉറക്കം, അവർക്ക് മയക്കം, അവർക്ക് ക്ഷീണമുണ്ടായി, അവർ ഉറങ്ങിപ്പോയി. എന്നാൽ കർത്താവ് രണ്ടാമതും അവരെ ഉണർത്തിയതിന് ശേഷം തിരികെ വരുമ്പോൾ മൂന്നാമത് പ്രാവശ്യം അവർ ഉറങ്ങുന്നത് കണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. പ്രൈസ് ലോർഡ്. ഇങ്ങനെയാണ് പറയുന്നത് 45 വാക്യം. ഇനി നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണമേ. നമ്മൾ എപ്പോൾ ഉറങ്ങുന്നുവോ അവിടെ പിശാചിനാൽ നാം വഞ്ചിക്കപ്പെട്ടു പോകും. മറന്നു പോകരുത്. ഹല്ലേലൂയ. കർത്താവോട് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് കർത്താവ് അവരെ പറയുമ്പോഴൊക്കെയും അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. എന്നാൽ അവർ ഉറങ്ങി അവസാനം മനുഷ്യപുത്രൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കർത്താവിനെ അവർ പിടിക്കുന്നതായിട്ടൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രൈസ് ലോർഡ്. എന്നാൽ കർത്താവ് അതിന് മുമ്പായി പറഞ്ഞു, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 41 വാക്യം വായിക്കുമ്പോൾ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ശിഷ്യന്മാർ ഉറങ്ങുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഹല്ലേലൂയ. 3 പ്രാവശ്യവും അവർ ഉറങ്ങി. ഹല്ലേലൂയ. അവസാനം കർത്താവ് അവരോട് പറയുക, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. എൻ്റെ നാഴിക വന്നു പോയി എന്ന് കർത്താവ് വ്യക്തമായി അവരോട് പറയുകയാണ്. ഹല്ലേലൂയ. പലരും ഇന്നേക്ക് പല പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ ഉറങ്ങുന്നത് കാണുവാൻ കഴിയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഉറങ്ങുമ്പോൾ പിശാചിനാൽ നീ വഞ്ചിക്കപ്പെട്ടു പോകും. ഹല്ലേലൂയ. നീ തകർന്നു പോകും, നീ താളടിയായി പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കടന്നു വരുമ്പോൾ, പ്രൈസ് ലോർഡ്, ദൈവ പൈതലേ, നിനക്ക് ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ നിനക്ക് അലയടിച്ച് ഉയരുമ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിലേക്ക് നീ അടുത്ത് വരേണം. കർത്താവിനെ നീ പിടിച്ചു കൊള്ളണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീ കടന്നു വരേണം. കർത്താവിനോട് നീ നിലവിളിക്കണം. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? കർത്താവ് ഉണർന്നിരുന്നു, കർത്താവ് പ്രാർത്ഥിച്ചില്ലേ? അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? നമ്മുടെ അരുമനാഥൻ എന്താണ് പറയുന്നത്? മറ്റൊന്നും പറയുന്നില്ല. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ പറയുവാൻ കഴിയും, ഞാൻ രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന പ്രാർത്ഥന എനിക്കുണ്ട്, ഞാൻ എൻ്റെ കർത്താവുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ സഹോദരനെ? കർത്താവ് നിങ്ങളോട് ചോദിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ കഴിയും? ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ വഞ്ചിക്കപ്പെട്ടു പോകും. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 21 അധ്യായത്തിൻ്റെ അതിൻ്റെ 36 വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. പ്രൈസ് ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്, കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയില്ലാതെ ഒരു വ്യക്തിക്ക് നിശ്ചയമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നത് ഇന്ന് രാവിലെ സമയം ഓർത്തുകൊള്ളണമേ. പ്രൈസ് ലോർഡ്. മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, പ്രതിസന്ധിയെ നേരിടുവാൻ പ്രാർത്ഥന ആവശ്യമാണ് പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവർ പ്രാർത്ഥിക്കാതെ വിട്ടപ്പോൾ മനുഷ്യപുത്രൻ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഓർത്തുകൊള്ളണമേ, കർത്താവ് ഇപ്പോൾ പീലാത്തോസിൻ്റെ കൺട്രോളിലാണ്. ആമേൻ. ഹല്ലേലൂയ.
കർത്താവ് ഇപ്പോൾ പീലാത്തോസിന്റെ കൺട്രോളിലാണ്. പ്രിയരെ, കർത്താവിൻ്റെ കഷ്ടതയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന പത്രോസ്, പ്രധാന ശിഷ്യനായിരിക്കുന്ന പത്രോസ് ഇപ്പോൾ എവിടെയാണ്? ശത്രുക്കളുടെ കയ്യിലാണ്. താൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. തനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. താൻ ഓടിയോരോട്ടം, ഹല്ലേലൂയ. എന്നാൽ ഇന്നേക്ക് പലരും അങ്ങനെ തന്നെയാണ്. കഷ്ടതകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിനെ മറന്നു പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചെയ്ത നന്മകളെ മറന്നു പോകും. എന്നിട്ട് അവർ അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം പറയട്ടെ. കഷ്ടതകളുടെ നടുവിലും ജയം കൊണ്ടാടിയത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മറ്റൊരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ. പീലാത്തോസിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കർത്താവ് നിന്ദിതനായി, അല്ലെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് ഇപ്പോൾ വളരെയേറെ നിന്ദകളും അപമാനങ്ങളും ഏറ്റുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നോക്കണമേ, പത്രോസ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ ശത്രുക്കളുടെ മുമ്പിൽ, പരിഹസിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ താൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഒരു ബാല്യക്കാരത്തി കടന്നു വന്നു പത്രോസിനെ കണ്ട് പറയുക, ഓ, ഇവനും അവൻ്റെ കൂടെയുള്ള ആൾ തന്നെ എന്ന് പറയുമ്പോൾ പത്രോസ് 3 പ്രാവശ്യമാണ് ഇട്ട് പറയുക, ഞാൻ അവനെ അറിയുന്നില്ല, എനിക്കവനെ അറിയില്ല എന്ന് പത്രോസ് പറയുന്നത് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, കർത്താവ് തിരിഞ്ഞു നോക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിനെ കർത്താവ് തിരിഞ്ഞു നോക്കി. പത്രോസിന് ആ നോട്ടം മനസ്സിലായി. കാരണം എന്താണ്? 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പേ നീ എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞത് പത്രോസിന് ഓർമ്മയുണ്ടായി. പ്രിയരെ, പത്രോസ് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ഇങ്ങനെയാ ഓരോരുത്തരും പാപം ചെയ്ത് കൂട്ടുമ്പോൾ, പാപികളായി തീരുമ്പോൾ കർത്താവ് നമ്മളെ ഒന്ന് നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ വഴി നീ വിട്ടു പോകുന്നുവോ എന്ന് കർത്താവ് നമ്മളെ തിരിഞ്ഞു നോക്കും. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി എത്രമാത്രം പാടുകൾ, പങ്കപ്പാടുകൾ ഏറ്റുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. പ്രിയരെ, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. അവളുടെ യജമാനൻ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോയി അധിപതികളുടെ മുമ്പിൽ നിർത്തി. ഹല്ലേലൂയ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. പൗലോസും ശീലാസും കർത്താവിൻ്റെ വചനവുമായി കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, അവിടെ അവർക്ക് നേരായിട്ട് ഒരു വെളിച്ചപ്പാടത്തി അവർ കാണുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ വെളിച്ചപ്പാടത്തി കാരണമായിട്ട് അവൾ പറയുന്ന കാര്യങ്ങളെ കേട്ട് അവളിൽ ഉണ്ടാകുന്ന നന്മകളെ പ്രാപിക്കുവാൻ ചില വ്യക്തികളും അവൾക്ക് കൂടെയുണ്ട്. എന്നാൽ ഈ വെളിച്ചപ്പാടത്തിയെ പൗലോസ് കണ്ടപ്പോൾ ഇവളിലൊരു പിശാചുണ്ടെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. പിശാച് ആ വെളിച്ചപ്പാടത്തിയെ നോക്കി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ അവളിലുണ്ടായിരുന്ന ആ പിശാച് അവളെ വിട്ടു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ ഇവൾ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് പൗലോസിനോട് വിരോധമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കാരണം എന്തുകൊണ്ടെന്നാൽ ഇന്നേക്ക് അനേകർ അങ്ങനെ തന്നെയാണ്. നന്മകളുടെ പിന്നാടി കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെയും അത് തന്നെയാണ്. വെളിച്ചപ്പാടത്തിയെ മുൻപോട്ട് വിട്ടിട്ട് പുറകിൽ നിന്നുകൊണ്ട് നന്മകൾ അനുഭവിക്കുന്ന ചില വ്യക്തികളുണ്ടായിരുന്നു. അവർക്ക് സഹിക്കാൻ വയ്യാതെയായി, ഓ, ഇനി അവരുടെ നന്മകൾ നഷ്ടപ്പെട്ടുവല്ലോ എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടായപ്പോൾ അവരെന്താണ് ചെയ്തത്? പൗലോസിനെയും ശീലാസിനെയും കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിക്കുന്ന ദൈവ പൈതലെ ഓർത്തുകൊള്ളണമേ, എന്താണ് അവർ ചെയ്തത്? ഹല്ലേലൂയ. യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കിയെന്നാണ് അവർ പറയുന്നത്. കർത്താവിൻ്റെ വചനമായിട്ട് കടന്നു വന്ന ഈ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് അവർ പറയുന്ന കുറ്റം എന്താണ്? ഹല്ലേലൂയ. ഇവർ നമ്മുടെ പട്ടണത്തെ കലക്കി എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കുറ്റം അവരുടെ മേൽ ആരോപിച്ചിട്ട്, ഞാനത് ഷോർട്ടായിട്ട് പറയുകയാണ് ദൈവമക്കളെ, അവരെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ ഇടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവിടെ സംഭവിച്ചത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. റോമക്കാരായി അവർ നമുക്ക് അംഗീകരിപ്പാനും, അതായത് അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് അവരുടെ മേൽ കുറ്റമുണ്ടാക്കി പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. കോൽ കൊണ്ട് പൗലോസിനെയും ശീലാസിനെയും അടിക്കുവാനായിട്ട് കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ
നിയമത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. പ്രിയരെ, അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത് തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, എത്ര വലിയ മൃഗീയമായിട്ടാണ് അവരെ ചെയ്തിരിക്കുന്നത്. അവർ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനമായി കടന്നു വന്നിരിക്കുക. പൗലോസിനെയും ശീലാസിനെയും ഉപദ്രവിച്ചതാണ് ഞാനിവിടെ വായിച്ച് കേട്ടത്. ഹല്ലേലൂയ. അവരെ കാരാഗൃഹത്തിൻ്റെ അവരെ ഉള്ളറയിൽ കൊണ്ടുപോയത് മാത്രമല്ല, കാലുകൾ ആമത്തിലിട്ട് പൂട്ടി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. രാത്രിയുടെ യാമത്തിൽ പൗലോസും ശീലാസും ഒരു ചെറിയ പാട്ടൊക്കെ ഒന്ന് പാടി ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടിസ്ഥാനം, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ചങ്ങലകൾ പൊട്ടിത്തെറിച്ചോ, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രിയരെ, ഇതാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെയാണ് നാം ദൈവവൈതലേ നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി അവിടെ നടക്കണം. ചുമ്മാതെ പ്രാർത്ഥിച്ചു പോയത് കൊണ്ട് കാര്യമില്ല. ഇവിടെ ഈ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. കാരാഗൃഹ പ്രമാണി ഉറക്കമില്ല ഉണർന്നു വരുമ്പോൾ തനിക്ക് കാണുവാൻ കഴിഞ്ഞ കാഴ്ചകൾ തന്നെ അതിശയിപ്പിച്ചു. തനിക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ നടന്നത് എന്താണെന്ന് തനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ദൈവമക്കളെ, ഇങ്ങനെയാണ് നാം വായിക്കുന്ന. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഹല്ലേലൂയ ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ താൻ ഭാവിച്ചു. താൻ തന്നെ മരിക്കുവാനായിട്ട് ഭാവിച്ചു. പ്രിയരെ, ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് അവിടെ ഉണ്ട്. പൗലോസ് പറയുക, നിനക്കൊരു ദോഷവും ചെയ്യരുതേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കൊരു ദോഷവും നീ ചെയ്യരുത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളെങ്ങും പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് അവൻ വെളിച്ചം ചോദിച്ചു. അകത്തേക്ക് ചാടി പ്രൈസ് ദി ലോർഡ് വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെ മുമ്പിൽ വീണു. എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ച് ഈ കാരാഗ്രഹ പ്രമാണിക്ക് അതിശയമായി താൻ എന്താണ് ചെയ്തത്? പൗലോസിൻ്റെ ശീലാസിനെ കാൽക്കൽ വീണു. എന്നിട്ട് താൻ ചോദിക്കുക, സഹോദരൻ യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യജമാനന്മാരെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് താൻ ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. പൗലോസ് പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കാരാഗ്രഹ പ്രമാണിയും കുടുംബം രക്ഷ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതാണ് ദൈവമക്കളെ ഒരു പ്രാർത്ഥന. പ്രൈസ് ലോർഡ്. ജീവിക്കുന്ന ദൈവ വൈതലേ, ഇങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. മൂന്നാമതായിട്ട് മറ്റൊരു പ്രാർത്ഥനയും കൂടെ പറഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഭാഗത്തുനിന്ന് ഞാൻ കടന്നു വന്നോളാം എന്ന് അവസാനിപ്പിച്ചോളാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ലോർഡ്. യോഹന്നാനുണ്ടായി യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ ഉണ്ടായി വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലെ 1:10. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. പ്രൈസ് ദി ലോർഡ്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് ഇത്? ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഒരു നമ്മൾ പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ള വേദഭാഗമാണ്. എങ്കിൽ പോലും അതിന് ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാനെ നാടുകടത്തിയപ്പോൾ, ഹല്ലേലൂയ, എങ്ങോട്ടേക്കാണ്? പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് യോഹന്നാനെ നാടുകടത്തിയപ്പോൾ, അതായത് ഡൊമിഷ്യൻ ചക്രവർത്തി AD 81 മുതൽ 96 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏഷ്യ മൈനറിൻ്റെ വടക്ക് ഭാഗത്ത് 35 മൈൽ അകലെയുള്ള ഈജിയൻ സമുദ്രത്തിലേക്കാണ്, അതായത് ആ സമുദ്രത്തിൻ്റെ അടുത്ത ഭാഗമാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദ്വീപിനോട് പ്രത്യേകതയുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. വന്യമൃഗങ്ങൾ മാത്രമാണ് ആ ദ്വീപിലുള്ളത്. അതുമാത്രമല്ല, നോക്കണമേ, ഹല്ലേലൂയ, 4 ചുറ്റിലും പാറക്കെട്ടുകൾ, പർവ്വതങ്ങൾ, അതുപോലെ തന്നെ സമുദ്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വലിയ ചുറ്റിലും അതിനടുത്തുള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ഈ ദ്വീപിലേക്ക് ഒരു മനുഷ്യനെ കടത്തിവിട്ടാൽ നിശ്ചയമായി അവൻ തിരികെ വരികയില്ല. കാരണം വന്യമൃഗങ്ങൾ മനുഷ്യൻ്റെ മണം പിടിച്ചാൽ മതി, ഒരിക്കലും അവൻ തിരികെ വരുവാൻ കഴിയുകയില്ല. അത്രമാത്രം അവർ മൃഗീയമായിട്ട് യോഹന്നാനെ അങ്ങോട്ടേക്ക് നാടുകടത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവമക്കളെ, അവിടെ നാടുകടത്തിയെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏകാന്തതയിലാണ് താനായിരിക്കുന്നത്.
ആ ഏകാന്തതയിലെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ഒരു ദർശനം തനിക്ക് അവിടെ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, താൻ ദർശനം കാണുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. എന്താണ് തൻ്റെ ദർശനം? അതാണ് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ, കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ എത്രമാത്രം അതിൻ്റെ ഭംഗി, അതിനെക്കുറിച്ച് ദൈവം യോഹന്നാൻ അവിടെ ഒരു ദർശനം കൊടുക്കുകയാണ്. യെരുശലേം എന്നൊരു നഗരം, ഓ ഹല്ലേലൂയ, അത് സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ അവിടെ ദർശിക്കുകയാണ് പ്രിയരെ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി കൊള്ളണമേ, തനിക്ക് ഭയമില്ല അവിടെ. കാരണം എന്തുകൊണ്ടെന്നാൽ, പ്രൈസ് ലോർഡ്, ദൈവമക്കളെ, താൻ ദൈവത്തോട് കൂടെയായിരുന്നു. യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ താൻ ദൈവത്തോട് കൂടെയായിരുന്നു എന്നത് ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം നാം വായിക്കുമ്പോൾ, നീയോ ദാനിയേലേ, ഹല്ലേലൂയ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച പുസ്തകത്തിൽ മുദ്രയിടുക എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഓർത്തുകൊള്ളണമേ ദൈവമക്കളെ. ഹല്ലേലൂയ, കർത്താവിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പ്രാർത്ഥനയിലൂടെ അനേക മാർമിക സത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. ഒരുവൻ ദൈവത്തോട് അടുത്ത് വരുന്നുവെങ്കിൽ അവൻ പ്രാർത്ഥനയിലൂടെ മാത്രമേ കടന്നു വരുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, യോഹന്നാന് ലേശം പോലും ഭയമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് യോഹന്നാൻ ഭയപ്പെടാത്തതിന്റെ കാരണം? പ്രൈസ് ദി ലോർഡ്, പാതാളത്തെയും മരണത്തെയും ജയിച്ചവൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, യോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. തിളപ്പിച്ച എണ്ണയിൽ ഇട്ടിട്ട് പോലും യോഹന്നാൻ യാതൊരു ഭയമില്ലായിരുന്നു. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീച്ചുളയിൽ 4-മനായി നടന്നവനായി ദൈവം, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഹല്ലേലൂയ, മുൻപടയും പിൻപടയുമായി അവരോട് കൂടെയുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. പലപ്പോഴും നാം ചിന്തിക്കും, പലരും പറയുകയുണ്ടാവും, ഹല്ലേലൂയ, ദൈവമക്കളെ, പലരും പറയും, നമുക്കറിയാൻ കഴിയുന്നത് ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് എത്രയോ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം വ്യക്തമായി ഓർത്തുകൊള്ളണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധത്തോടും, ഹല്ലേലൂയ, നാം ആയിരിക്കണമേ എന്നത് മറന്നു പോകരുത്. കാരണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ദൈവമേ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഹല്ലേലൂയ. ആകയാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാനോട് കൂടെ ദൈവത്തിൻ്റെ ഒരു വലിയൊരു സാന്നിധ്യമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ. അതുമാത്രമല്ല, ഹല്ലേലൂയ, നാം ഒരു കാര്യം കൂടെ വ്യക്തമായി നാം മനസ്സിലാക്കിക്കൊള്ളണമേ, ക്രിസ്തുവിനോട് ചേർന്ന് നടക്കേണ്ടെന്ന ശിഷ്യൻ, ഹല്ലേലൂയ, പത്രോസ് യേശുവിനെ വിട്ട് അകന്നു പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതേ ശിഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചപ്പോൾ പെന്തക്കോസ്ത് നാളിൽ, ഹല്ലേലൂയ, താൻ, ഹല്ലേലൂയ, എഴുന്നേറ്റ് നിന്ന്, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു താനൊരു പ്രസംഗിക്കുന്നുണ്ട്. ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന് 36 വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അവിടെ കൂടി വന്നവർ, 50-ാം പെരുന്നാൾ കൂടി വന്നവരൊക്കെയും കേൾക്കുവാനായിട്ട് ഇടയെത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, അവരുടെ ഭാഷകളിൽ അവർ പറയുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ അവർക്ക് അവിടെ അവർക്ക് കുറ്റബോധമുണ്ടായി. അവർ ക്രൂശിച്ചത് അവർ ഏതാണ്ട് യേശുവിനെ ആകുന്നുവല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. ഇതാണ് ദൈവമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പത്രോസിനോട് ചോദിക്കുക, യജമാനന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, പത്രോസിന്റെ ഒരു ചെറിയ പ്രസംഗം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പത്രോസിന്റെ ഒരു ചെറിയ പ്രസംഗം, ഓ ഹല്ലേലൂയ, ദൈവമക്കളെ, 3000 പേർ ഉടൻ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനമിട്ട് സഭയോട് ചേർന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി, ഇതാണ് അത്ഭുത പ്രവൃത്തി. ഇങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് വരേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അതേ പത്രോസ്, ഹല്ലേലൂയ, തൻ്റെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് അവസാന പീരീഡിൽ പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, എൻ്റെ അരുമനാഥന്റെ തല ഉയരത്തിലേക്ക് ക്രൂശിച്ചുവെങ്കിൽ, ഓ പ്രൈസ് ദി ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ദൈവമൈതലേ, പത്രോസ് പറയുക, എൻ്റെ തല കീഴായി ക്രൂശിക്കണമേ എന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിന് വേണ്ടി, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി ദൈവമക്കളെ, പത്രോസ് നിലകൊള്ളുന്നത്, പത്രോസ് മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം.
ഹല്ലേലൂയ. ഒരു വ്യക്തിയിലേക്ക് യേശുവിൻ്റെ അഭിഷേകം കടന്നു വെച്ചെന്നെങ്കിൽ മാത്രമേ അവന് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ പ്രാർത്ഥിക്കാനോ? അവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കാനോ? ആകയാൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇതുവരെയും എൻ്റെ ജീവിതത്തിലൊരു പ്രാർത്ഥനാ ജീവിതം എനിക്കില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഇന്ന് രാവിലെ സമയം ഒരു നല്ല തീരുമാനമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരണമേ. അരുമനാഥനെ, എനിക്ക് അങ്ങയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. അരുമനാഥനെ, എന്നോട് അങ്ങ് സംസാരിക്കണമേ. അരുമനാഥനെ, അങ്ങനോട് അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവം ഇതിലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം സംസാരിക്കും. ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നപ്പോഴും കല്ലെറിയുമ്പോഴും ഹല്ലേലൂയ താൻ ദർശനത്തിൽ ദൈവത്തോട് കൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ മക്കളെ, ഇതാണ് കർത്താവിൻ്റെ വേല. അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഈ നാളുകളായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ആ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രിയരെ, കാലങ്ങൾ ഇനി ഏറെയില്ല. ഹല്ലേലൂയ. പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തുകൊണ്ട് നാസറേനായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇന്നും കർത്താവ് ജീവിക്കുന്നു. നാം ആരാധിക്കുന്ന ദൈവം കല്ലും കുറ്റിയും ഒന്നും അല്ല, ഇരുമ്പല്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ മാറിയിരിക്കുന്ന അല്ലെങ്കിൽ അനങ്ങാതിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്ത് വരുമ്പോൾ, മകനേ, മകളെ, നിന്റെ ആവശ്യം എന്താണ്, നിനക്ക് എന്താണ് വേണ്ടിയതെന്ന് നമ്മളോട് ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം അടുത്ത് വരേണ്ടുന്നത്. ദൈവ പൈതലേ, ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിയെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ നിരാശയോടെ ദുഃഖത്തോടെ നിങ്ങളായിരിക്കുന്നുവോ? പ്രയാസ പ്രതികൂല മേഖലകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ആ അരുമനാഥൻ എന്നോട് സംസാരിക്കുന്ന എൻ്റെ പിതാവ് നിങ്ങളോടും സംസാരിക്കുവാൻ ഹല്ലേലൂയ കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ, കർത്താവ് മനസ്സലിവുള്ള ഒരു ദൈവമാണ്. ആകയാൽ ഇന്ന പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണത്തോടു കൂടി നമുക്കായിരിക്കാം. ദൈവ പൈതലേ, ഒരു സമർപ്പണത്തോടു കൂടി ആയിരിക്കാം. കർത്താവേ, അങ്ങനോട് സംസാരിക്കണമേ, അങ്ങനോട് ഇടപെടണമേ എന്ന് നമുക്ക് ചോദിച്ചൂടെ? കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് കർത്താവിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രാർത്ഥന എന്ന ഒരു കവചം, പ്രാർത്ഥന എന്ന ഒരു വലിയൊരു കവചം നമ്മളിൽ ഉണ്ടാകട്ടെ പ്രിയരെ. ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം, ആ ഒരു വല്ലമൈ ഹല്ലേലൂയ കർത്താവ് നമുക്ക് തന്നിരിക്കുക. പക്ഷേ നാം അത് ഏറ്റുകൊള്ളാതെ പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവിൻ്റെ പാത വിട്ട് ഹല്ലേലൂയ പ്രിയമുള്ള ദൈവമക്കളെ നാം വ്യതിചലിച്ച് നാം കടന്നു പോകുന്നവരായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് മാത്രമാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് മറുപടി ഉടൻ ലഭിക്കാതെ പോകുന്നത്. ദൈവ വൈതലെ ഓർത്ത് കൊള്ളണം. ഒരു കാര്യം ഓർക്കണം. പ്രൈസ് ഹല്ലേലൂയ. ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവ് കടന്നു വരുവാൻ ഏതാണ്ട് ചരിത്രപുസ്തകം വായിക്കുമ്പോൾ ഏതാണ്ട് 96 മണിക്കൂറോളം കർത്താവിന് അത് വേണ്ടി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ലോർഡ്. 4-ാമത്തെ യാമത്തിൽ കർത്താവ് അവിടെ കടന്നു വരുന്നു. എന്നാൽ ഹല്ലേലൂയ കർത്താവ് അതിന് മുമ്പ് കടന്നു വന്നാലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. എന്നാൽ ജനങ്ങൾ വിശ്വസിക്കുകയില്ല. ഇന്നത്തെ ജനങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്നാൽ പ്രൈസ് ലോർഡ് ഓർക്കണമേ, കർത്താവ് അവിടെ കടന്നു വന്ന് മരിച്ച് അഴുകിപ്പോയ ശരീരത്തിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചത്തുപോയ നാറ്റം വെച്ച ശരീരത്തിന് ജീവനെ കൊടുക്കുവാൻ സർവശക്തന് മനസ്സായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളുടെ മന്ദിഭവിച്ച അവസ്ഥകൾക്ക് ഒരു മാറ്റമുണ്ടാകട്ടെ. ഇതുവരെയിലും നാം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇനിയും നാം എങ്ങനെ ആയിരിക്കണമെന്നത് ഇന്ന് രാവിലെ സമയം തീരുമാനിച്ചു കൊള്ളണമേ. നല്ല തീരുമാനമെടുക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയുടെ മകനായി, ഞാൻ അങ്ങയുടെ മകളായി, ഹല്ലേലൂയ, കർത്താവേ എന്നെ ഏറ്റുകൊള്ളണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഈ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമുക്ക് അല്പം ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവ് യേശുവിനെ നമുക്ക് അറിയാം. കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു.
കർത്താവിന് ദുഃഖങ്ങൾ കഷ്ടതകൾ ഏറി വരുമ്പോഴൊക്കെ കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന എന്ന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ പ്രാർത്ഥന മതിയായിരുന്നു. അവരുടെ ഒരു ചെറിയ പ്രാർത്ഥന, ഹല്ലേലൂയ, അവരുടെ കാലിലുണ്ടായിരുന്ന ചങ്ങലകൾ പൊട്ടിത്തെറിക്കുവാനിടയായി തീർന്നുവല്ലോ. ദൈവ പൈതലേ, നമ്മളുടെയും ബന്ധനങ്ങൾ, നമുക്ക് എത്രയോ ബന്ധനങ്ങളിൽ അകപ്പെട്ടവരാണ്. എന്നാൽ പ്രാർത്ഥന എന്നൊരു കവചം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു കവചത്തെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ? എങ്കിൽ നിശ്ചയമായും പ്രാർത്ഥനയിലൂടെ ബന്ധനങ്ങൾ അഴിയും, രോഗം സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്താക്കപ്പെടും, പിന്മാറ്റക്കാർ തിരിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങും കടന്നു പോകേണ്ട. നിങ്ങളെ തേടി ആൾക്കാർ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരും. അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന സഹോദരിയുണ്ട്, അവിടെ ഒരു പ്രാർത്ഥിക്കുന്ന സഹോദരനുണ്ട്, ഒരു ദൈവദാസനുണ്ട്. എവിടെയാണ് ആ ദൈവദാസന്റെ വീടെന്ന് ചോദിച്ച് കടന്നു വരും ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വേലയാണ്. ആകയാൽ പ്രാർത്ഥനയിൽ നാം മുന്നേറണമേ. പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ. അതുപോലെ തന്നെ പത്മോസിൻ്റെ ഏകാന്തതയിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യോഹന്നാനോട് കൂടെ ഇരുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാനെ, ഓ ഹല്ലേലൂയ, കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിനെക്കുറിച്ചും നീതിയെക്കുറിച്ചും കർത്താവ് വലിയൊരു മാർമിക സത്യത്തെ, ഹല്ലേലൂയ, യോഹന്നാന് വെളിപ്പെടുത്തുകയുണ്ടായി. ദൈവ പൈതലേ, നിന്റെയും എൻ്റെയും ജീവിതം ഇന്നേക്ക് പലരും പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അത് വിട്ടവർക്ക് പ്രാർത്ഥനയേ ഇല്ല. 6 മക്കളുണ്ട്, 6 പേരുടെയും പേര് പറഞ്ഞ് 1 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിക്കും. ഇതല്ല പ്രാർത്ഥന, ഇതല്ല പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ ഭർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതല്ല, പ്രാർത്ഥിക്കേണ്ട എന്നല്ല പറഞ്ഞത്. എന്നാൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി കിടക്കുക. ഇനി ധാരാളം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിടക്കുക. നീ എന്നാ ഇനി ഇതൊക്കെ പ്രാർത്ഥന പഠിക്കുന്നത്? ആകയാൽ ദൈവ പൈതലേ, നമ്മൾ ഇന്നേക്ക് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്നൊരു വൈറസ് ഉണ്ട്. ചെറിയൊരു വൈറസ് ദേശത്തെ പിടിച്ചു കുലുക്കിയില്ലേ, രാഷ്ട്രങ്ങളെ പിടിച്ചു കുലുക്കിയില്ലേ. ഇന്നേക്ക് മെഡിക്കൽ സയൻസ് പോലും വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ വന്നില്ലേ. ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ ദേശത്തെ ദൈവം അഴിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. ആകയാൽ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ശക്തമായി. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ നമുക്കെല്ലാവർക്കും മുന്നേറാം. ദൈവ പൈതലെ, വിശുദ്ധിയോടെ, വേർപാടോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരച്ചിലോടെ, ഹല്ലേലൂയ, നമുക്ക് ഉപവാസത്തോടെ, പ്രാർത്ഥനയോടുകൂടി, നമുക്ക് യോവേൽ പ്രവചനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഹൃദയങ്ങളെ കീറി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ദൈവ പൈതലേ, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേട്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളും എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഗ്ലോറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, നീ പ്രഭാതത്തിൽ അപ്പാ ഞങ്ങൾ കേട്ടതായ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മാത്രമല്ല രാജ, അങ്ങയുടെ പ്രാർത്ഥന എന്ന സ്വഭാവം ഞങ്ങൾക്ക് വേണം ആണ്ടവരെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പ. അത് മാത്രമല്ല രാജ, ഹല്ലേലൂയ, ഓ കാരാഗ്രഹത്തിലും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ കർത്താവേ, പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാനോട് കൂടെ ഇരുന്ന ഒരു ദൈവം, പ്രൈസ് ദി ലോർഡ്, കർത്താവേ, അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ശെക്കേനയുടെ മറവിൽ ഞങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അങ്ങ് നിറച്ചുകൊള്ളണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ വചനം കേട്ടതായ എല്ലാ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിച്ചു കൊള്ളണം. സകലവിധങ്ങളാൽ നന്മകളാൽ നിറയ്ക്കണം, വരവിനായി ഒരുക്കിക്കാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, പ്രൈസ് ദി ലോർഡ്, ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ഈ ക്രൈസ്റ്റ് അലോൺ മീഡിയ എന്ന് പറയുന്ന, ഹല്ലേലൂയ, ഈ ഫേസ്ബുക്ക് പേജിൻ്റെ അനുഗ്രഹീത കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ റെജി സ്റ്റീഫൻ അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും സമയം ക്ഷമയോടുകൂടി കാത്തിരുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ സഹോദരങ്ങൾ ഇതിൽ പലരും ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. കർത്താവിൽ അവരെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം കേൾവിക്കാരായിരുന്ന മാന്യ പ്രേക്ഷകരായിട്ടുണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ ഓർക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം തുറന്ന് നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് വരുവോളം നമുക്ക് വിശുദ്ധിയോടും വേർപാടോടും കൂടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.